Assalamu alaikum. Alhamdulillah, നമ്മൾ സൂറ ലുക്മാൻ is continuing ആയ നമ്പർ 12-ലെത്തി. ഇവിടെയാണ് ലുക്മാനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി പഠിച്ചോൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലുക്മാൻ പല ഒപ്പീനിയൻ ഉണ്ട്. സം സേസ് ഈസ് എ പ്രോഫറ്റ്, ബട്ട് ഖുർആൻ ഒരിക്കലും അതൊരു ലുക്മാൻ ഒരു പ്രോഫറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ പീപ്പിൾ സേ ദാറ്റ് ഹീ ഈസ് എ വെരി 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 വൈസ് പേഴ്സൺ. അറബ്സിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന ആളാണ്. കുറേ നല്ല കാര്യങ്ങൾ, വയസ്സായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഓക്കെ, ഹി വാസ് വൈസ്, ക്ലെവർ, നോബിൾ, and he was a leader, or he is a very respected person in the Arab community. Okay, അപ്പൊ അല്ലാഹ് ഈസ് ടെല്ലിംഗ് ദ ഖുറൈഷ് നൗ, നിങ്ങൾ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വയസ്സായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? പക്ഷെ അറ്റ് ദ സെയിം ടൈം ലുക്മാൻ അലൈഹി ഇസ്ലാം ഈസ് ഓൾസോ ബിഫോർ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ലുക്മാൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. സോ വാട്ട് ഈസ് ദ പോയിന്റ് എന്ന് പടച്ചോൻ ചോദിക്കുകയാണ്. അപ്പം ഇപ്പോ ലുക്മാൻ അലൈഹി ഇസ്ലാം പ്രായമായി. അപ്പൊ സ്വന്തം മകന് ഉപദേശിക്കുകയാണ്. ആ സ്വന്തം മകന് കുറച്ച് അഡ്വൈസ് കൊടുക്കുകയാണ്. അപ്പൊ അഡ്വൈസ് കൊടുക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഏറ്റവും ആദ്യം പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് അത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ആയ നമ്പർ 12 ആണ്. വലഖദ് ആതൈന ലുക്മാന അൽ ഹിക്മ. Allah is saying, indeed, definitely, okay, we blessed, ആതൈന, we gave, okay, ലുക്മാൻ എന്താണ്? ഹിക്മ, wisdom, okay, and Allah is saying, ആ വിസ്ഡത്തിൽ എന്താണ് പറയുന്നത്? വിസ്ഡം പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഓഫ് വിസ്ഡം Allah is teaching Luqman is what? Be grateful to Allah. Subhanallah. Okay, and ashkur lillah. Okay, be grateful to Allah. അതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ അൽഹംദുലില്ലാ, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമ്മളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം അൽഹംദുലില്ലാ പറയണം നമ്മൾ. Inna lillahi wa inna ilayhi raji'un is said in an ayah in the Quran. When you are affected with something bad, say inna lillahi wa inna ilayhi raji'un. But anytime you have a bad experience, good experience, say alhamdulillah, which is a dua, which is saying that Allah, I am thanking you for this. Whether it's bad or good, I know there is a wisdom behind it. Subhanallah. So Allah is saying, be grateful to Allah, to Luqman. وَمَنْ يَشْكُرْ فَإِنَّمَا يَشْكُرْ لِنَفْسِهِ. And whoever, وَمَنْ يَشْكُرْ, and whoever is being grateful, എന്താണ് സംഭവം? فَإِنَّمَا, he is only يَشْكُرْ لِنَفْسِهِ, he is only being grateful for himself, for his own good. What do you mean by that? നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ ആൾക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്പം നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ ദാറ്റ് പേഴ്സൺ ഫീൽസ് ഗുഡ് ആൻഡ് ഓൾ ദാറ്റ്, റൈറ്റ്? ദാറ്റ് ഇസ് ഹൗ നാച്ചുറലി ഇറ്റ് ഹാപ്പൻസ്. ബട്ട് ഹിയർ അല്ലാഹ് ഈസ് സെയിങ്, എനിക്ക് ഒരു ഗുണമില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആയി എനിക്കല്ല ഗുണം, അത് നിങ്ങൾക്കാണ് ഗുണം. നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ രാവിലെ എനിക്കിപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും സുബ്ഹാനല്ലാഹ്, when I look outside, I go outside, when I drive my car, I say alhamdulillah, I love you Allah. Thank you for giving me this. Thank you for making me do this. Subhanallah. I keep saying it. It's so beautiful. Okay? And Allah is saying, وَمَنْ كَفَرَ, and whoever is disbelieves, is ungrateful. Whoever is ungrateful, okay? Tell them, okay? Then tell them, فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ. Allah is self-sufficient. Ghani, He is self-sufficient. Allah don't need anyone. Hamid, he is praiseworthy. എനിക്ക് നിങ്ങളുടെ ഗ്രേറ്റ്ഫുൾനെസ് ഒന്നും വേണ്ട. He is at loss. The person who is being ungrateful, he is at loss. Subhanallah. ഈ ഹക്കീം, ഇതിലൊരു വാക്ക് ലുക്മാന അൽ ഹിക്മ. ഹിക്മ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബീങ് ഗ്രേറ്റ്ഫുൾ എന്നുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഹിക്മയുള്ള ആളെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് Allah is helping you by you being grateful to Allah. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ പറ്റുള്ള